നമസ്കാരം. ഒട്ടുമിക്ക തെരഞ്ഞെടുപ്പ് വരുമ്പോഴും സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക തർക്കമില്ലാതെ ആദ്യം ഇറക്കിക്കൊണ്ട് CPM ഞെട്ടിക്കുന്നതാണ് പതിവ് രീതി. ആ പതിവ് ഇത്തവണയും തെറ്റിയില്ല. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു. അതേസമയം ഇത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വൈകുമെങ്കിലും ഈ മാസം തന്നെ ഉണ്ടാകും. അതായത് ഏകദേശം 27-ാം തീയതി കൂടി അറിയാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചും ഇതുവരെ ആ മണ്ഡലത്തിലുണ്ടായ പ്രവർത്തനങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിലേക്കാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇത്തവണ മത്സരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും വർക്കല നിയോജക മണ്ഡലത്തിലെ MLA-യുമായ V. ജോയിയാണ്. ഏകദേശം 2016 മുതൽ തന്നെ വർക്കലയുടെ മുഖമായി മാറാൻ V. ജോയിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2008-ലാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചത്. കഴിഞ്ഞ കാലങ്ങളെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് CPM-ന്റെ A. സമ്പത്തായിരുന്നു മത്സരിച്ചിരുന്നത്. 2009 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കുമ്പോഴും കോവളമൊഴികെ എല്ലാ മണ്ഡലങ്ങളിലും മികച്ച വിജയം നേടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതും CPM-ന്റെ ആത്മവിശ്വാസത്തിന് കാരണമായിട്ടുണ്ട്. തന്നെയുമല്ല, 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും വോട്ട് നില ഉയർത്താനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും സമ്പത്തിന് കഴിഞ്ഞിരുന്നു. അതേസമയം തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാകട്ടെ സമ്പത്തിന് അടൂർ പ്രകാശിനോട് വലിയൊരു ഭൂരിപക്ഷത്തിന് പരാജയം സമ്മതിക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പ് V. ജോയിയെ സംബന്ധിച്ചിടത്തോളവും CPM-നെ സംബന്ധിച്ചിടത്തോളവും ഏറെ നിർണായകമായിരിക്കും എന്ന കാര്യം തീർച്ചയാണ്. BJP സ്ഥാനാർത്ഥി ഇതുവരെ നിർണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം മണ്ഡലത്തിൽ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും V. മുരളീധരൻ ഏറെക്കാലത്തിന് മുമ്പ് തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. സമരാജ്ഞയ്ക്ക് ശേഷം മാത്രമായിരിക്കും UDF ആരെ മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. നിലവിൽ അടൂർ പ്രകാശിന് തന്നെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും തെളിഞ്ഞു കാണുന്നു. ഇനി കൊല്ലം മണ്ഡലത്തിന്റെ കാര്യം നോക്കാം. കൊല്ലം മണ്ഡലത്തിൽ ഇത്തവണ MLA മുകേഷിനെ ഇറക്കിക്കൊണ്ടാണ് CPM പരീക്ഷണത്തിന് ഒരുങ്ങുന്നത്. RSPയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയായി മാറിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് മുകേഷിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണ് NK പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലിനെയാണ് പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. 1,48,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ബാലഗോപാലിനെതിരെ പ്രേമചന്ദ്രൻ നേടിയെടുത്തത്. അഴിമതിയുടെയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഒരിക്കൽ പോലും ഉയർന്നു കേട്ടിട്ടില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഉയർത്തിയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ഇത്തവണ പ്രേമചന്ദ്രൻ തന്നെയാകും അവിടെയും കളത്തിലിറങ്ങുക. അതുകൊണ്ട് തന്നെ ഇത്തവണ കൊല്ലം പിടിക്കാനുള്ള CPM-ന്റെ സ്വപ്നത്തിന് മങ്ങലേൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് അത്ര മതിപ്പുള്ള ഒരു നേതാവായി മാറാൻ മുകേഷിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയവും നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ കൊല്ലംകാർക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും കൊല്ലം പ്രേമചന്ദ്രനെ തന്നെ തുണയ്ക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് പോവാം. പത്തനംതിട്ടയിൽ CPM സ്ഥാനാർത്ഥിയായി എത്തുന്നത് മുൻ ധനകാര്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ തോമസ് ഐസക്കാണ്. പത്തനംതിട്ട ഏതാണ്ട് 10-15 വർഷക്കാലമായി കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ചു നിൽക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് കണക്കാക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിനെ 44,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആന്റോ ആന്റണി ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്തവണയും UDF-ന്റെ തീരുമാനം നിലവിലുള്ളവർക്ക് സീറ്റ് നൽകും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ തോമസ് ഐസക്കിനെതിരായി വീണ്ടും ആന്റോ ആന്റണി തന്നെയാകും മത്സരിക്കുക. BJP-യിൽ നിന്ന് K. സുരേന്ദ്രന്റെയും ഉണ്ണിമുകുന്ദന്റെയും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും പൂഞ്ഞാർ കൂടി പത്തനംതിട്ട മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ താൻ തന്നെ പത്തനംതിട്ട ജില്ലയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നാണ് PC ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത്. അതേസമയം പത്തനംതിട്ട മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ തോമസ് ഐസക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നാൽ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ED-യുടെ നോട്ടപ്പുള്ളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തോമസ് ഐസക്കിനെ എത്രത്തോളം പത്തനംതിട്ടക്കാർ ഏറ്റെടുക്കും എന്നുള്ളത് സംശയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. നിരവധി തവണയാണ് തോമസ് ഐസക്കിനോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി പത്തനംതിട്ടയുടെ കാര്യം ഇങ്ങനെ. ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോവാം. ഇടതിനെയും വലതിനെയും മാറി മാറി വിജയിപ്പിക്കുന്ന ഒരു സമ്മിശ്ര മണ്ഡലം എന്ന നിലയിലാണ് ആലപ്പുഴ മണ്ഡലത്തെ പരിഗണിക്കാൻ കഴിയുക. നിലവിൽ ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചെത്തിയ AM ആരിഫ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ മുഖം രക്ഷിച്ച നേതാവ് കൂടിയാണ്. വിവാദങ്ങൾക്കൊടുവിൽ സ്ഥാനാർത്ഥിയായി മാറിയ ഷാനിമോൾ ഉസ്മാനെ
10,000-ത്തിലധികം വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിലാണ് AM ആരിഫ് പരാജയപ്പെടുത്തിയത്. തുടർന്ന് ആരിഫിൽ നിന്ന് ജനം പ്രതീക്ഷിച്ചത് തന്നെ ലഭിച്ചു എന്നാണ് ഇവിടുത്തുകാർ, അതായത് ആലപ്പുഴക്കാർ അവകാശപ്പെടുന്നത്. മികച്ച ഒരു MP എന്നുള്ള പ്രശംസയും നേടിയെടുക്കാൻ ആരിഫിന് കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കായംകുളം MLA സ്ഥാനാർത്ഥിയായ അരിതയ്ക്ക് എതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ആരിഫിനോട് ജനങ്ങൾക്ക് ഒരു മതിപ്പൊക്കെയുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇവിടേക്ക് KC വേണുഗോപാലിന്റെ പേരാണ് ആദ്യം മുതൽ തന്നെ ഇവിടെ കേട്ടു തുടങ്ങി. എന്നാൽ പകരം നടൻ സിദ്ദിഖിനെ ആലപ്പുഴയിലേക്ക് പരിഗണിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ്. അതേസമയം BJPയിൽ നിന്ന് അത്ര വലിയ നേതാക്കന്മാരെ ഇവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. എന്നിരുന്നാലും നിലവിലുള്ള സിറ്റിംഗ് സീറ്റ് നിലനിർത്തേണ്ടത് AM ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇനിയും എറണാകുളം മണ്ഡലത്തിന്റെ കാര്യം നമുക്ക് നോക്കാം. ചുരുക്കം ചിലരൊഴിച്ചാൽ ഏറെയും UDF-നൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. 2004 മാത്രമാണ് സെബാസ്റ്റ്യൻ പോൾ ഇവിടെ നിന്ന് ഒരു ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയിട്ടുള്ളത്. അതും ഒഴിവാക്കിയാൽ ഇടതുപക്ഷത്തിന് ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു മണ്ഡലം എന്ന ഖ്യാതിയാണ് ഇവിടെയുള്ളത്. KJ ഷൈനാണ് ഇത്തവണ എറണാകുളത്ത് നിന്നും ലോക്സഭയിലേക്ക് CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇത്തവണയും ഹൈബി ഈഡൻ തന്നെയാകും UDF സ്ഥാനാർത്ഥി എന്നാണ് UDF വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സൂചന. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ P. രാജീവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഹൈബി ഈഡൻ ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്തവണ നന്നായി പ്രവർത്തിച്ചാൽ എറണാകുളവും ഇടതുപക്ഷത്തിനെ തുണയ്ക്കുമെന്ന വിശ്വാസത്തിനാണ് ഇപ്പോൾ KJ ഷൈൻ നിൽക്കുന്നത്. ഇനി നമുക്ക് ചാലക്കുടി മണ്ഡലത്തിന്റെ ഒരു അവസ്ഥയൊന്ന് നോക്കാം. കുന്നത്തുനാട് ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് ഈ ചാലക്കുടി. എറണാകുളം, തൃശ്ശൂർ എന്നീ 2 ജില്ലകൾ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. മുകുന്ദപുരത്തിൽ നിന്ന് ചാലക്കുടി മണ്ഡലത്തിലേക്ക് എത്തിയപ്പോൾ ഇരുപക്ഷത്തെയും സമചിത്തതയോടെ കാണുന്ന ഒരു മണ്ഡലമായി ചാലക്കുടി മാറി. നേരത്തെ മുകുന്ദപുരമായുള്ള കാലം മുതലുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇടത് വലത് മുന്നണികളെ പലപ്പോഴും ഒരുപോലെ തന്നെ കാണാൻ മണ്ഡലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഇടത് സ്വതന്ത്രനായി ലോക്സഭയിലെത്തിയ ഇന്നസെന്റിനെ 1,32,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് UDF-ന്റെ ബെന്നി ബെഹന്നാൻ ലോക്സഭയിലേക്ക് വിജയിച്ചു കയറിയത്. ഇത്തവണ CPM കളത്തിലിറക്കുന്നത് കേരളത്തിന്റെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ C. രവീന്ദ്രനാഥിനെയാണ്. പൊതുവിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ രവീന്ദ്രനാഥ് മികച്ച ഒരു മന്ത്രി എന്ന നിലയിലേക്ക് കേരളക്കാരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും രവീന്ദ്രനാഥിന് ഏറെ പ്രാധാന്യവും ചാലക്കുടിയിലുണ്ട്. ഇതൊക്കെയും വോട്ടായി മാറും എന്ന പ്രതീക്ഷയിലാണ് ഇവിടെ CPM. ഇനി നമുക്ക് ആലത്തൂർ മണ്ഡലത്തിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് ആലത്തൂർ. UDF-ന്റെ സ്വന്തം പെങ്ങളൂട്ടി എന്ന വിളിപ്പേര് കേട്ട രമ്യ ഹരിദാസ് ആണ് 10 വർഷത്തെ PK ബിജുവിന്റെ തേരോട്ടത്തെ തളച്ചത്. അതും 1.5 ലക്ഷത്തിന് മേൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് എത്തിയത്. സ്ഥാനാർത്ഥിയായ കാലം മുതൽ ഇന്നോളം CPM സൈബർ ഹാൻഡിലുകളിൽ നിന്ന് ഏറെ ആക്രമണവും നേരിടേണ്ടി വന്ന നേതാക്കളിൽ ഒരാളായി രമ്യ ഹരിദാസ് മാറിക്കഴിഞ്ഞിരുന്നു. കോവിഡ് കാലത്ത് പ്രതാപനുമായി ചേർന്ന് നടത്തിയ സമരങ്ങളും എല്ലാം രമ്യ ഹരിദാസിനെ ബാധിച്ചത് പ്രതികൂലമായിട്ട് തന്നെയായിരുന്നു. ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് ദേവസ്വം മന്ത്രി കൂടിയായ K. രാധാകൃഷ്ണനെയാണ് CPM കളത്തിലിറക്കുന്നത്. നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ആലത്തൂരിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് രാധാകൃഷ്ണനുള്ള ജനസമിതി. അതുകൊണ്ട് തന്നെ ആലത്തൂരിൽ രാധാകൃഷ്ണനെതിരെ രമ്യ ഹരിദാസിനെ തുടർന്ന് മത്സരിപ്പിച്ചാൽ അത് കനത്ത തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇനി നമുക്ക് മലപ്പുറത്തേക്ക് പോകാം. മഞ്ചേരിയായും മലപ്പുറമായും നിലനിന്ന മണ്ഡലമായ മലപ്പുറത്തിന് ലീഗിനെ വിജയിപ്പിച്ചിട്ടുള്ള ചരിത്രം മാത്രമാണ് പറയാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ് മലപ്പുറത്ത് നിന്നും 2,60,000-ൽ പരം വോട്ടുകൾക്ക് VP സാനു എന്ന CPM സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത്. എന്നിട്ട് ലോക്സഭയിലേക്ക് ഉയർന്നു. തുടർന്ന് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് വിജയിച്ചതിനെ തുടർന്ന് അവിടെ രാജിവെക്കുകയും തുടർന്ന് അബ്ദുൽ സമദ് സമദാനി 1,14,000 വോട്ടുകൾക്ക് വീണ്ടും VP സാനുവിനെ തന്നെ പരാജയപ്പെടുത്തി മലപ്പുറത്ത് നിന്നും ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തു. ഇത്തവണ മലപ്പുറം പിടിക്കാനായി DYFI നേതാവും അധ്യാപകനുമായ V. വസീഫിനെയാണ് CPM രംഗത്തിറക്കുന്നത്. 2004 ഈ മണ്ഡലം മഞ്ചേരിയായിരുന്ന കാലത്ത് മാത്രമാണ് LDF-ൽ നിന്നുള്ള TK ഹംസ ജയിച്ചു കയറിയത്. മലപ്പുറത്ത് വസീഫിന്റെ ജയം അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രമല്ല, ശക്തമായ ഒരു മത്സരം പോലും നടക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല എന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. നിലവിൽ അബ്ദുൽ സമദ് സമദാനിയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുമെന്നാണ് UDF വൃത്തങ്ങൾ നൽകുന്ന സൂചന. പൊന്നാനിയിലും സ്ഥിതി വിഭിന്നമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
കെ എസ് ഹംസയെ കളത്തിലിറക്കാനാണ് ഇത്തവണ CPM ഒരുങ്ങുന്നത്. PB അൻവർ ആയിരുന്നു ഇടതു സ്വതന്ത്രനായി ET മുഹമ്മദ് ബഷീറിനെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത്. 1,93,000-ലധികം വോട്ടുകൾക്കാണ് ഈ അൻവറിനെ ET മുഹമ്മദ് ബഷീർ പരാജയപ്പെടുത്തിയത്. ഇനി നമുക്ക് കോഴിക്കോട് മണ്ഡലത്തിന്റെ കാര്യം നോക്കാം. കോഴിക്കോട് മണ്ഡലത്തിൽ ഇക്കുറി എളമരം കരീമിനെ ഇറക്കി മണ്ഡലം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് CPM. നിലവിൽ MK രാഘവൻ 85,000-ലധികം വോട്ടുകൾ നേടിയാണ് CPM-ലെ പ്രദീപ് കുമാറിനെതിരെ വൻ വിജയം നേടിയത്. ശശി തരൂരിന്റെ മലബാർ പര്യടനത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളും ഇത്തവണ കോൺഗ്രസിൽ ചലനം സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ജില്ലാ ഘടകത്തിനുണ്ട്. KPCCയുടെ എതിർപ്പ് മറികടന്നാണ് അന്ന് തരൂരിനെ ഒരു പൊതുപരിപാടിയിൽ അവിടുത്തെ കോൺഗ്രസ് പാർട്ടി പങ്കെടുപ്പിച്ചത്. KPCCയുടെ എതിർപ്പ് മറികടന്ന് അന്ന് തരൂരിനെ പങ്കെടുപ്പിച്ചത് മൂലം അന്ന് MP കൂടിയായ MK രാഘവന് നിരവധി വിമർശനങ്ങൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായി. അത് തുടർന്ന് വലിയൊരു വിവാദമായി മാറുകയും അത് ഏത് രീതിയിൽ പാർട്ടിയെ ബാധിക്കും എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഇപ്പോൾ കോഴിക്കോട് നിലനിൽക്കുന്നുണ്ട്. ഇനി കോഴിക്കോട് നമുക്ക് പാലക്കാടേക്ക് പോകാം. ഇടത് പശ്ചാത്തലമുള്ള ഒരു പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വിജയരാഘവനെ പരീക്ഷിക്കാനുള്ള തീരുമാനത്തിലാണ് CPM. 1991 വിജയരാഘവൻ പാലക്കാട് നിന്ന് മത്സരിച്ചത്. അന്ന് കോൺഗ്രസിലെ VS വിജയരാഘവൻ വിജയിച്ച് ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ 11,000-ൽ പരം വോട്ടുകൾക്കാണ് MP രാജേഷിനെ VK ശ്രീകണ്ഠൻ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ. അതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇതുവരെയായി സ്ഥാനാർത്ഥി ആരെന്ന് ഉറപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും VK ശ്രീകണ്ഠൻ തന്നെ ആയിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പാലക്കാട് പൊതുവെ BJPക്ക് വേരോട്ടം ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ നടക്കാൻ പോകുന്നത് നടന്നത്. 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനായിരുന്നു ഇവിടെ നിന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. കൂടാതെ 1,00,000-ലധികം വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് നേടാനും അന്ന് കഴിഞ്ഞു. ഇത്തവണ ഒരുപക്ഷെ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി വടകരയെ നമുക്ക് കാണാം. വലിയൊരു മത്സരത്തിന് ഇവിടെ കളമൊരുങ്ങും എന്ന കാര്യം തീർച്ച. പൊതുവെ വലത് ചായ്വുള്ള മണ്ഡലത്തിൽ ഇക്കുറി മത്സരിക്കുന്നത് KK ശൈലജയാണ്. മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ജനം വിലയിരുത്തി വോട്ട് നൽകുമെന്ന പ്രതീക്ഷയിലാണ് KK ശൈലജയെ CPM ഇവിടെ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. നിലവിൽ P ജയരാജനെ തന്നെ പരാജയപ്പെടുത്തി K മുരളീധരനാണ് MP ആയി നിൽക്കുന്നത്. 2 തവണ മുല്ലപ്പള്ളി രാമചന്ദ്രനും 1 തവണ P സതീദേവിയും വിജയിച്ച മണ്ഡലമാണ് വടകര. അതേസമയം ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ഇടപാടുകളിൽ പിന്നീട് പ്രതിപക്ഷം ആരോപിച്ച അഴിമതിയും തുടർന്ന് കന്നഡ വിവാദവും ശൈലജയ്ക്ക് പ്രതികൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചില്ലെങ്കിൽ മികച്ച വിജയം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപാളയം. നിലവിൽ K മുരളീധരൻ തന്നെ കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുമെന്നാണ് ഒരു കണക്കുകൂട്ടൽ. ഇനി നമുക്ക് കണ്ണൂരേക്ക് പോകാം. 80-കൾ മുതൽ ഏകദേശം 98 വരെയുള്ള കാലത്ത് കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലമാണ് കണ്ണൂർ. അതിനുശേഷം ഇരു മുന്നണികളെയും ഒരുപോലെയാണ് കാണുന്ന ഒരു മണ്ഡലമായി കണ്ണൂർ മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PK ശ്രീമതിയെ പരാജയപ്പെടുത്തി K സുധാകരനാണ് ഇവിടെ നിന്നും ലോക്സഭയിലേക്ക് എത്തിയത്. ഇത്തവണ CPM കളത്തിലിറക്കുന്നത് MP ജയരാജനെയാണ്. അതേസമയം കോൺഗ്രസിൽ നിന്ന് K സുധാകരൻ മത്സരിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം ഉയർന്ന സാഹചര്യത്തിൽ MP ജയരാജനെതിരെ ആര് മത്സരിപ്പിക്കും അല്ലെങ്കിൽ ആരെ മത്സരിപ്പിക്കും എന്നുള്ളത് കോൺഗ്രസിൽ ആശയക്കുഴപ്പത്തിന് വഴിവെക്കും. കാസർഗോഡ് നിന്ന് മത്സരിക്കുന്നത് MP ബാലകൃഷ്ണനാണ്. പൊതുവെ CPM അനുകൂല മണ്ഡലമായ കാസർഗോഡ് കഴിഞ്ഞ തവണ മാത്രമാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ വിജയിപ്പിച്ചത്. 40,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ നിന്നും വിജയിച്ചത്. അതുപോലെ ഇടുക്കിയിൽ നിന്ന് ജോയിസ് ജോർജും ഇത്തവണ മത്സരിക്കുന്നു. കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിനോട് പരാജയം സമ്മതിച്ച LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടിയാണ് ജോയിസ് ജോർജ്. ഇങ്ങനെയാണ് CPM-ന്റെ പൊതുവിലുള്ള ഒരു സ്ഥാനാർത്ഥി ചിത്രവും മണ്ഡലങ്ങളുടെ അവസ്ഥയും. ഇനി കാണാനുള്ളത് UDF എവിടെ ആരെ മത്സരിപ്പിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അനുകൂല സാഹചര്യം നിലവിൽ കോൺഗ്രസിനില്ല എന്ന് പറയുന്നതാകും ശരി. 2014-ലെ തെരഞ്ഞെടുപ്പ് നേരിടാൻ ഇറങ്ങുമ്പോൾ ഒരു BJP ഇതര പ്രധാനമന്ത്രി എന്ന കാഴ്ചപ്പാടായിരുന്നു ജനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിപ്പിച്ചപ്പോൾ 4 ലക്ഷത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം സമ്മാനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുകയും ഒപ്പം കേരളത്തിൽ നിന്നുള്ള 18 UDF സ്ഥാനാർത്ഥികളെ കൂടി വിജയിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇനിയൊരു മാറ്റത്തിനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്ന തിരിച്ചറിവ് ജനങ്ങൾക്ക് നൽകാൻ കോൺഗ്രസിന് കഴിഞ്ഞു. നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെതിരെ രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് നിലനിൽക്കാൻ തന്നെ ശേഷിയില്ല എന്ന് കേരളക്കാർ തിരിച്ചറിഞ്ഞതോടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകം തന്നെയാണ്.
CPM-നെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് അവസാനം കണ്ടെത്താൻ കഴിയാത്തതും കോൺഗ്രസിന് തിരിച്ചടിയായി മാറും. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തിയ സമരവും സമരത്തിലെ ഇതര സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ നേതാക്കന്മാരുടെ പങ്കാളിത്തവും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും എന്നും വിലയിരുത്തപ്പെടുന്നു.